ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടൂ. എന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ബാഗ്. ഇത് ഉടനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. എന്താ ഇതിലെന്തായാലും നമ്മൾ ആരും അല്ലല്ലോ ഇതിന്റെ ഉടമസ്ഥൻ. അങ്ങനെ വരുമ്പോ ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാന്നുള്ളത് നമ്മുടെ കടമയാണല്ലോ. ഇനി ഇതിലെന്താണെന്ന് ഞാൻ പറയാം. 7 ലക്ഷം രൂപ. അത് ചിലപ്പോ വല്ല കള്ളനോട്ടുമായിരിക്കും. അത് പോലീസ് കണ്ടുപിടിച്ചോട്ടെ. ഒന്ന് കാലി മാറ്റി, ഞാനൊന്ന് വിളിച്ചോട്ടെ. ആ സോമശേഖര, എടാ നിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നല്ലോ, അഡിഡാസിന്റെ ഒരു ചാണകപ്പച്ച. അതേ ബാഗാന്ന് തോന്നുന്നു. അത് നീ ബസ്സിൽ വെച്ച് മറന്നിറങ്ങി പോയല്ലേ. ഇങ്ങനെയുണ്ടോ ഒരു മറവി? 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലേ അതില്? ആണോ? പിന്നെ ഭാഗ്യത്തിന് സത്യസന്ധനായ ഒരു മനുഷ്യന്റെ കയ്യിലാണ് അത് കിട്ടിയത്. നീ എത്രയും പെട്ടെന്ന് നമ്മുടെ പുല്ലൂക്കര വാട്ടർ ടാങ്കിന്റെ അടുത്ത് നിൽക്ക്, എന്നിട്ട് ബാഗ് വാങ്ങിച്ചിട്ട് പോ. പാവം മനുഷ്യനാന്നേ, പിന്നെ തരും. നിന്റെ ബാഗ് പിന്നെ നിനക്ക് തരാതെ ഒന്ന് വാടാവേ. എന്റെ അമ്മാവന്റെ മകനാ സോമശേഖരൻ. ഒടുക്കത്തെ മറവിയാന്നേ. ഇത് ആദ്യമായിട്ടൊന്നുമില്ല. ആ അമ്മാവന്റെ മകനെ ഒന്നുകൂടെ ഫോണിൽ വിളിച്ചിട്ട് എനിക്കൊന്ന് തരുമോ? അല്ല, ഒന്നുകൂടെ അയാളെ വിളിക്കൂ. തരാലോ. ബാഗ് കിട്ടിയ ആൾക്ക് കൊടുക്കാവേ. ഹലോ, അതെ. ഓ അതെ അതെ, ആ പച്ച ബാഗ് തന്നെ ആണല്ലേ? ആ ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ, ഈ 7 ലക്ഷത്തിൽ 500ന്റെ കെട്ടെത്ര, 1000ന്റെ കെട്ടെത്ര? 500ന്റെ 11, 1000ന്റെ 3. ഇപ്പൊ തന്നെ 8 ലക്ഷം കഴിഞ്ഞു. ഇതേതോ വേറെ അമ്മാവന്റെ മകന്റെ ബാഗാണെന്നാ തോന്നുന്നത്. കണ്ടക്ടർ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടൂ. പീഡന കേസുകൾ മാത്രം പോരാ, ഇതുപോലുള്ള വാർത്തകളും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ഇതാണ് പണം നഷ്ടപ്പെട്ടയാൾ. ഇയാളുടെ ഭാഗ്യത്തിന് ഞാൻ SI ആയിട്ടുള്ള സ്റ്റേഷനിൽ തന്നെ പണം കിട്ടി. 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ ഞാൻ ഈ ബാഗ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഫോട്ടോ എടുത്തോളൂ. സാറിന്റെ പരിപാടി കൊള്ളാം. സത്യസന്ധനായ ഒരു മനുഷ്യനെ ഇതിവിടെ ഏൽപ്പിച്ചോണ്ടല്ലേ ഈ ഫോട്ടോ എടുപ്പക? അതാരുമല്ല. എടോ, തനിക്ക് എന്താ ഇവിടെ കാര്യം? ഇങ്ങനെ വേറെ ആളുടെ ചെലവിൽ ആളാവല്ലേ സാറേ. ഈ പണം ഇവിടെ ഏൽപ്പിച്ച ആളാ ബസ്സിലിരിപ്പുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അയാളുടെ ഫോട്ടോ എടുക്ക്. വാടാ, നമുക്ക് പോവാം. ഹലോ, കള്ളനോട്ട് തന്നെയല്ലേ? ചെന്ന് നോക്ക്. ശരി, പോവാ. വണ്ടി എവിടെയാണ്? ഇദ്ദേഹമാണ്. വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സമൂഹത്തില് ഇത്തരം ആളുകൾ ഉണ്ടെന്ന് ജനങ്ങൾ അറിയണ്ടേ? അങ്ങേര് നല്ലൊരു തുക സമ്മാനം കൊടുത്തിട്ട് അതും വാങ്ങിയില്ല. കർച്ചീഫ് മാറ്റു മനുഷ്യ. ഇല്ല, ദേവി ഏത് ഉപദ്രവിക്കാതെ പോകൂ. കണ്ടക്ടർ വണ്ടി വിടാൻ പറയൂ. ഇയാൾ എന്തൊരു മനുഷ്യനാ? സ്വന്തം മുഖം ടിവിയിലൊക്കെ കണ്ടൂടെ നിങ്ങൾക്ക്? അങ്ങനെ എനിക്കെന്റെ മുഖം കാണണമെന്ന് തോന്നുമ്പോ ഞാൻ കണ്ണാടിയിൽ നോക്കിക്കോളാം. ഇവിടെ നോക്കട്ടെ. മാറ്റല്ലേ. ഇപ്പൊ തന്നെ 1 മണിക്കൂർ ലേറ്റാണ്. ഇറങ്ങ. എവിടെയാ ചേട്ടന്റെ നാട്? തൊങ്ങൽക്കുത്ത്. എന്താ ചോദിച്ചത്? അല്ല, അവിടെ ഇങ്ങനെയുള്ള ആൾക്കാര് ഇനിയും ഉണ്ടോന്നറിയാനാ. എന്തൊരു മനുഷ്യനാ നിങ്ങള്. അയാള് തന്ന പണം സ്വീകരിക്കാൻ അത് വിട്ടുകളയാം. പക്ഷെ പത്രത്തിൽ ഫോട്ടോ വരുന്നതിന് എന്തായിരുന്നു കുഴപ്പം? അതെ, ഇത്തരം വാർത്തകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയല്ലേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ ഫേമസ് ആയിക്കൂടായിരുന്നു. എന്നിട്ട് എന്തിനാ ഒരാള് ഫേമസ് ആവുന്നത്? എന്തിനാ എനിക്കറിഞ്ഞൂടാ. എന്തിനാ? ഇത് ശരിയാവൂലട്ടാ. ഏത് ശരിയാവില്ല? നിങ്ങൾ ലോകം കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മക്കളെ. ഞാൻ കുറെ കാലമായിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ. ഒരുപാട് അനുഭവങ്ങളിലൂടെ പത്തി താണുപോയ ഒരു പാമ്പാണ് ഞാൻ. പാമ്പിനെന്താ ജോലി? ജോലികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും കുറച്ച് അനുഭവങ്ങൾ ചേട്ടൻ ഞങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യും. അതെ, 2-3 മണിക്കൂറിന് ഇരിക്കാനുള്ളതല്ലേ. പറ ചേട്ടാ. ഇപ്പൊ ഉള്ളതിന്റെ നേരെ വിപരീതമായിരുന്നു പണ്ട് ഞാൻ. എന്നുവെച്ചാ വിശദമായി പറയേണ്ടി വരും. പറ ചേട്ടാ.
അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളായിരുന്നു. ഞാനും ഇന്ദിര ചേച്ചി. ഒരു പ്രണയബന്ധത്തിൽപ്പെട്ട് ചേച്ചി നേരത്തെ വീട് വിട്ടു പോയി. ദാരിദ്ര്യമായിരുന്നു അക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ഒരു അസൂയക്കാരനെ സൃഷ്ടിക്കുന്നതിൽ ദാരിദ്ര്യത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു അസൂയക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ദുരഭിമാനം, കണ്ണുകടി, പുച്ഛം, അപകർഷതാബോധം, എല്ലാത്തിനും ഉപരിയായി ആർത്തി. ആർത്തി മൂടിവെക്കാൻ വേണ്ടി അസൂയക്കാരൻ എല്ലാ അടവുകളും പ്രയോഗിക്കും. അതിലൊന്നാണ് ലളിത ജീവിത കപടാദർശം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഗൗതമൻ, കൊട്ടാരം, പരിചാരകന്മാർ, സുഖ സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു. ഗയ, ബോധിവൃക്ഷം, തപസ്, ഒടുവിൽ ശ്രീബുദ്ധനായി. നമ്മളെല്ലാം ശ്രീബുദ്ധനാവണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലളിത ജീവിതം മാതൃകയാക്കിയാൽ എന്താ നമുക്ക്? എനിക്കിപ്പോൾ ഒരാൾ 2 കോടി രൂപ വെറുതെ തരുന്നു എന്ന് വിചാരിക്കുക, ഞാൻ വാങ്ങൂല. കാരണം ആർഭാടം ഞാൻ വെറുക്കുന്നു. തൻ്റെ കയ്യിൽ ഇപ്പം 2 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക, ഉച്ചക്ക് 1 ഊണിന് പകരം 10 ഊണ് കഴിക്കുമോ? ഇല്ലല്ലോ. അത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ അധ്വാനിച്ച് ടാറ്റയും ബിർളയും ആവലല്ല, ടാറ്റയെയും ബിർളയെയും കുത്തുപാളെ അടുപ്പിച്ച് നമ്മുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വിപ്ലവ പാർട്ടി ചേർന്നത്. പക്ഷേ പിൽക്കാലത്ത് പാർട്ടി നേതാക്കന്മാരൊക്കെ വൻ പണക്കാരായപ്പോൾ അവരോടുള്ള അസൂയമൊത്ത് ഞാൻ പാർട്ടി വിട്ടു. പണികൾ പലതും മാറി മാറി ചെയ്തു. ഈ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിലാണ് കൂടുതൽ പണം കിട്ടാൻ സാധ്യത എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചാടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചാടിയതല്ലാതെ ആവശ്യത്തിനുള്ള പണം മാത്രം കയ്യിൽ വന്നില്ല. പണമില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കുടുംബജീവിതം എന്ന് മനസ്സിലാക്കാതെ പെണ്ണും കെട്ടി, കുട്ടികളുമായി. അവിടെയും ലളിത ജീവിതം ഉപദേശിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇന്നും മത്തി തന്നെയാണോ അശോകേട്ടാ? എന്താ മത്തിക്ക് കുഴപ്പം? എപ്പോഴും ഇതല്ലേ വാങ്ങുന്നേ? ഇടയ്ക്ക് കുറച്ച് നെയ്മീനോ ചെമ്മീനോ ഒക്കെ വാങ്ങിയാലെന്താ? അങ്ങനെ കൊളസ്ട്രോൾ കൂട്ടുന്ന മീനുകൾ ഒരുപാടുണ്ട്. വൻ വില കൊടുത്ത് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തണോ? മത്തിയിലാവുമ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. അത് കൊളസ്ട്രോൾ കുറയ്ക്കും. ഞാനും മക്കളും കൊളസ്ട്രോൾ കുറഞ്ഞിട്ടാവും മരിക്കുക. ലളിത ജീവിതത്തിന്റെ പ്രാധാന്യം നിനക്കിനിയും മനസ്സിലായിട്ടില്ല. അറിയാലോ, ഗാന്ധിജി വെറും ഒരു തോർത്തുമുണ്ട് കൊടുത്തിട്ടാണ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിന് പോയത്. ഞാനൊരു തോർത്തുമുണ്ട് എടുത്തു തരാം. അശോകേട്ടനും വട്ടമേശ സമ്മേളനത്തിൽ പോയിട്ട് വാ. അടുത്ത വീട്ടിലെ രാമേന്ദ്രന് ലോട്ടറി അടിച്ചു എന്നറിഞ്ഞപ്പോൾ അസൂയ കാരണം ഞാൻ ബോധം കെട്ട് വീണിട്ടുണ്ട്. അറിഞ്ഞോ? അപ്പുറത്തെ വീട്ടിലെ രാമേന്ദ്രൻ സാറിന് ലോട്ടറി അടിച്ചു. 1 കോടി ഇന്നോവ കാറും. അശോകേട്ടാ, അയ്യോ അച്ഛാ, മോളെ അച്ഛനൊന്ന് പിടിച്ചേ. എണീക്ക് അച്ഛാ. അച്ഛാ എണീക്ക്. എണീക്ക് അച്ഛാ. അച്ഛാ. തുടർന്നങ്ങോട്ട് ലോട്ടറി ടിക്കറ്റുകളുടെ കാലമായിരുന്നു. തലങ്ങും വിലങ്ങും ലോട്ടറി ടിക്കറ്റ് എടുപ്പോടെടുപ്പ്. വീട് ഏകദേശം പട്ടിണി പരുവത്തിലായി. ദിവസേന 100-500 രൂപയ്ക്കുള്ള ടിക്കറ്റ് എടുത്താലും തലവരയില്ലാത്തവന് ലോട്ടറി അടിക്കില്ല എന്നുള്ള സത്യം അങ്ങനെ ഞാൻ മനസ്സിലാക്കി.